بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അഭിനന്ദനായ മോമിനിങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂസുഫ് സൂറത്തിൽ നിന്നുള്ള 98 ആയത്തുകൾ നമ്മൾ എടുത്തു. ഇന്ന് 99ാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലായി നമ്മൾ പറഞ്ഞു, യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഷർട്ട് ഒരാളുടെ കൊടുത്തയക്കുക. ഈ ഷർട്ട് കൊണ്ടുപോയി ഉപ്പാടെ മുഖത്തിട്ടാൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട്, അതേപോലെ കൊണ്ടുപോയി മുഖത്തിട്ടു, കാഴ്ച തിരിച്ചു കിട്ടി. കാഴ്ച എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഉപ്പാടെ എന്നുള്ള കാര്യം ഇവിടെ അവർ വന്നപ്പോൾ അവര് പറഞ്ഞിരുന്നു യൂസുഫ് അലൈഹി സ്വലാമിനോട്. അതനുസരിച്ചാണ് യൂസുഫ് അലൈഹി സ്വലാം ഷർട്ട് കൊടുത്തയച്ചതും, അതുകൊണ്ട് ആ ഷർട്ട് മുഖത്തിട്ടാൽ കാഴ്ച തിരിച്ചു കിട്ടും എന്നും പറഞ്ഞു. അങ്ങനെ ചെയ്തു. അത് ആ പറഞ്ഞ പോലെ തന്നെ പുലരുകയും ചെയ്തു. ഇദ്ഹബൂ ബിഖമീസി ഹാദാ അൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറ എന്നാണ് പറഞ്ഞയച്ചത്. അതേപോലെ ചെയ്തു, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അതോടൊപ്പം പറഞ്ഞിരുന്നു, വഅ്തൂനി ബി അഹ്ലിക്കും അജ്മഈൻ, നിങ്ങളുടെ കുടുംബക്കാരെ എല്ലാവരുമായിട്ട് നിങ്ങൾ വരണം. ഇനി വരുമ്പോൾ അവരെല്ലാവരും കൊണ്ടുവരണം. അതനുസരിച്ച് ഫലമ്മാ ദഖലൂ അലാ യൂസുഫ ആവാ ഇലൈഹി അബവൈഹി വഖാല ദഖുലൂ മിസ്ര ഇൻഷാ അല്ലാഹു ആമിനീൻ. അതനുസരിച്ച് എല്ലാവരും കൂടി വരികയാണ്. അതാണ് സന്ദർഭം. ഫലമ്മാ ദഖലൂ, അവര് പ്രവേശിച്ചപ്പോൾ അല യൂസുഫ, യൂസുഫിന്റെ അടുത്ത്, ആവാ ഇലൈഹി, യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹത്തിലേക്ക് അണച്ചുകൂട്ടി, കെട്ടിപ്പിടിച്ചു. അബവൈഹി, മാതാപിതാക്കള്, യൂസുഫിന്റെ മാതാപിതാക്കള്. വഖാല, യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ദുഖുലൂ മിസ്ര, നിങ്ങൾ ഈജിപ്തിൽ പ്രവേശിക്കണം, പ്രവേശിക്കൂ, ഇൻഷാ അല്ലാഹ് ആമിനീൻ, നിർഭയരായിക്കൊണ്ട്. ഇവിടെ ഒന്നും പേടിക്കാനില്ല, നിങ്ങൾ നിർഭയരായിക്കൊണ്ട് ഈജിപ്തില് പ്രവേശിക്കണം, കഴിയണം. ഇനി ആയത്ത് 100. വറഫഅ അബവൈഹി അലൽ അർശി വഖറൂ ലഹു സുജ്ജദാ വഖാല യാ അബതി ഹാദാ തഅ്വീലു റുയായ മിൻ ഖബ്ൽ ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖാ വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ് സിജ്ൻ വജാഅ ബികും മിനൽ ബദവി മിൻ ബഅദി അൻ നസഗ അശ്ശൈത്വാനു ബൈനി വബൈന ഇഖ്വതി ഇന്ന റബ്ബി ലതീഫുൻ ലിമാ യശാഉ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. ആയത്ത് 100-ൽ പറയുന്നത് ഇങ്ങനെ, ഉപ്പാനുമ്മാന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, നിർഭയരായിക്കൊണ്ട് നിങ്ങളും മിസ്റിൽ പ്രവേശിക്കുക, നിങ്ങൾക്ക് ഇവിടെ ഒന്നും പേടിക്കാനില്ല, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത്, പിന്നെ അദ്ദേഹം ചെയ്തത്, റഫഅ അബവൈഹി
മാതാപിതാക്കളെ അദ്ദേഹം കയറ്റിയിരുത്തിയ അർശി രാജപീഠത്തിൽ. വഖറൂ ലഹു സുജ്ജദൻ, അവര് എല്ലാവരും സാഷ്ടാംഗം ചെയ്തു, സുജൂദ് ചെയ്തു യൂസുഫ് അലൈഹിസ്സലാമിന്. അക്കാലത്ത് സുജൂദ് ചെയ്യൽ ഒരു ഇബാദത്തല്ല. വലിയ വലിയ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ അവരെ ബഹുമാനിക്കുന്ന ഒരു വിധമായിരുന്നു അന്ന് സുജൂദ്. ബഹുമാനിക്കുക, സുജൂദ് ചെയ്യുക, സുജൂദില് വീഴുക, അതായിരുന്നു അക്കാലത്ത് ഒരു നടപടിക്രമം. രാജാക്കന്മാരെ മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സുജൂദ് ചെയ്യലായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത്. അത് ഇബാദത്തായിരുന്നില്ല. ഇന്ന് നമ്മള് റസൂലിന്റെ ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമായ നമുക്ക് ഒരു മനുഷ്യന് സുജൂദ് ചെയ്യൽ ഹറാമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. സുജൂദ് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം. അക്കാലത്ത് അത് ഇബാദത്തല്ല. ഇങ്ങനെ ഒരു ബഹുമാനപൂർവം ഒരു ഗ്രീറ്റിംഗ്സ്, ഒരു തഹയ്യയുടെ സുജൂദ് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് ഇബാദത്തായിരുന്നില്ല. അതനുസരിച്ച് അവര് സുജൂദ് ചെയ്തു. വഖാല, എന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, യാ ബത്തി, എന്റെ പിതാവേ, ഹാദാ, ഇത് തഅ്വീലു റുയായ മിൻ ഖബൽ, ഞാൻ മുമ്പ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണിത്. ആ സ്വപ്നം പുലർന്നതാണിത്. ഖദ് ജഅലഹ, അതിനെ അള്ളാഹു ആക്കി, ആ സ്വപ്നത്തെ ഹഖൻ, ഒരു യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. വഖദ് അഹ്സന ബി, അള്ളാഹു എനിക്ക് വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട്. ഇത് അഖ്റജനി, എന്നെ അവൻ പുറത്തു കൊണ്ട് വന്ന സമയത്ത്, മിനസ്സിജിനി, സിജിനിൽ നിന്ന്, ജയിലിൽ നിന്ന്. വജാഅ ബിക്കും, നിങ്ങളെ കൊണ്ടുവന്നു അള്ളാഹു മിനൽ ബദവിയ, മരുഭൂമിയിൽ നിന്ന് ഇവിടെ ഈ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. അതും വലിയ ഒരു ഉപകാരമാണ് അള്ളാഹു ചെയ്തത്. മിൻ ബഅദി അൻ നസഗ ശൈത്താനു, ശൈത്താന്റെ ദുർബോധനം ഇവിടെ അവൻ ശൈത്താന്റെ ദുർബോധനങ്ങൾ അവൻ പ്രയോഗിച്ച സമയത്തിന് ശേഷമായിട്ട്, ബൈനി, എന്റെ അടക്കും, ബൈന ഇഖ്വതി, എന്റെ സഹോദരന്മാരുടെ അടക്കും. പിശാജ് എല്ലാവരും ഭയപ്പിക്കാനും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണല്ലോ. ആ പിശാജ് അവരുടെ ദുർബോധനം, പിശാജിന്റെ ദുർബോധനം ഞങ്ങളിൽ ഏൽപ്പിച്ചു. എന്റെയും എന്റെ സഹോദരന്മാരുടെയും ഇടക്ക്. ഇന്ന റബ്ബി, തീർച്ചയായും എന്റെ രക്ഷിതാവ്, ലത്തീഫും, കാര്യങ്ങളെ സൂക്ഷ്മമായി നിയന്ത്രിക്കുന്നവനാണ് അവൻ. ലിമാ യശാഉ, അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം. ഇന്നഹു, തീർച്ചയായും അല്ലാഹു, അവൻ അൽ അലീം, സർവജ്ഞനാണ്, അൽ ഹക്കീം, യുക്തിമാനുമാണ്. ഈ പറഞ്ഞ ആയത്തിൽ 2-3 കാര്യങ്ങളെയാണ് യൂസുഫ് അലൈഹിസ്സലാം ഓർക്കുന്നത്. ഒന്നാമതായിട്ട് ഉപ്പാട് പറയുന്നത്, ഇത് ഞാൻ മുമ്പ് കണ്ട സ്വപ്ന. എത്ര കൊല്ലം മുമ്പ് കണ്ടത്? ഒരു 40 കൊല്ലങ്ങളും മുമ്പേ ആയിരിക്കും. അതിന്റെ ശേഷമാണ് ഈ യൂസുഫ് അലൈഹി സ്വലാമിന്റെ മാതാപിതാക്കളും കുടുംബക്കാരും ഒക്കെ കൂടി യൂസുഫിന്റെ അടുത്ത് സംഗമിക്കുന്നത്. അപ്പോ ഒരു 40 കൊല്ലം മുമ്പ് ഏകദേശം കണ്ട സ്വപ്നം. കുട്ടിയായിരിക്കുന്ന കാലത്ത്, യൂസുഫ് അലൈഹി സ്വലാമിന് 12 വയസ്സായിട്ടില്ല, ആ സമയത്ത് കണ്ട സ്വപ്നം. അത് നമ്മളവിടെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ യൂസുഫ് സൂറത്തിന്റെ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തെന്നാ, യാ ബത്തി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഉപ്പ, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. അത് 11 നക്ഷത്രവും സൂര്യനും ചന്ദ്രനുമാണ്. അവരെനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നവരായിട്ടാണ് ഞാൻ കണ്ടത്. സൂര്യനും ചന്ദ്രനും ഈ 11 നക്ഷത്രങ്ങളും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്.
അപ്പൊ തന്നെ യൂസുഫ് നബി പറഞ്ഞു, മോനെ ആരോടും പറയണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ആ സ്വപ്നം ഇവിടെ പുലർന്നു, യാഥാർത്ഥ്യമായിട്ട് അതിവിടെ പുലർന്നിട്ടുണ്ട് എന്നുള്ളത് ഉപ്പാട് ഓർമ്മിക്കുക. പിന്നെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് അള്ളാഹു എനിക്ക് വളരെ ഉപകാരങ്ങൾ ചെയ്തു. ജയിലിൽ ഞാൻ കുറെ കാലം കിടന്നു. അതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന് ഭരണകാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ജയിലിൽ നിന്ന് പുറത്തേക്കാക്കിയത്. അങ്ങനെ ജയിൽ മോചനം എനിക്കുണ്ടായി. ആ മോചനം ഉണ്ടായത് എനിക്ക് എന്നെ ഭരണകാര്യം ഏൽപ്പിക്കാനായിരുന്നു. അത് വലിയൊരു കാര്യമായിരുന്നു അള്ളാഹു എനിക്ക് ചെയ്ത ഉപകാരം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളെല്ലാവരെയും മരുഭൂമിയിൽ നിന്ന് അഥവാ കന്നാനിൽ നിന്ന് നിങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ അള്ളാഹു സഹായിച്ചു. അങ്ങനെ നിങ്ങളുമായിട്ട് സംഗമിക്കാനുള്ള സൗകര്യം അള്ളാഹു ചെയ്തു തന്നു. ജയിലിൽ നിന്ന് പുറത്തായത് പിശാച് എന്റെയും എന്റെ സഹോദരന്മാരുടെ ഇടക്കും കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. അതിനുശേഷമാണ്. അത് യൂസുഫ് നബിയുടെ പറയുന്നില്ല വ്യക്തമായിട്ട് എന്തായിരുന്നു കുഴപ്പം എന്നുള്ളത്. അത് പറഞ്ഞിട്ട് എന്റെ സഹോദരന്മാരെ വഷളാക്കണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത് പറയാതിരുന്നത്. അല്ലെങ്കിൽ പറയേണ്ട കാര്യമാണല്ലോ അത്. കാരണം സഹോദരന്മാര് ജയിലിലിട്ടു, അങ്ങനെ അത് കിണറ്റിലിട്ടു. അങ്ങനെ കിണറ്റിലിട്ടിട്ട് അതിൽ നിന്ന് അതിന്റെ പര്യവസാനം ഉണ്ടായത് കിണറ്റിലിട്ടു. കിണറ്റിൽ നിന്ന് യാത്രക്കാരെ എന്നെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി അടിമകളെ വ്യാപാരം നടക്കുന്ന മാർക്കറ്റിൽ കൊണ്ടുപോയി എന്നെ വിറ്റു. വാങ്ങിയത് അവിടുത്തെ രാജാവായിരുന്നു, അവിടുത്തെ അസീസായിരുന്നു. അങ്ങനെ അസീസിന്റെ ഭാര്യ ആയിട്ടുള്ള ചെറിയ പ്രശ്നത്തിൽ എന്നെ ജയിലിലിട്ടു അവര്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞതൊക്കെ അതൊന്നും വിശദമായി പറയണ്ട എന്ന് വെച്ചത് ഈ സഹോദരന്മാർക്ക് അത് വലിയ വഷളുത്തരമായി തീരും എന്ന് വിചാരിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് തഫ്സീറുകളിൽ പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഓർക്കുകയാണ്. ഈ ആയത്തിലായിട്ട് ഇന്ന റബ്ബി, എന്റെ രക്ഷിതാവ് എല്ലാം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നവനാണ്, നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു എന്നും കൂടി അദ്ദേഹം പറയാം. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, യുക്തിമാനുമാണ്. അതാണ് 100-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഇനി 101. എന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാം ദുആ ചെയ്യുക പടച്ചോനോട്, പടച്ചോനെ എനിക്ക് നീ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നു. എനിക്ക് അധികാരത്തിൽ നിന്ന്, ഭരണകാര്യങ്ങളിൽ നിന്ന് ഒരംശം എനിക്ക് നീ തന്നു. പിന്നെ സ്വപ്നവ്യാഖ്യാനങ്ങളിൽ നിന്ന് കുറച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് റബ്ബേ, നീയാണ് എന്റെ രക്ഷിതാവ് ദുന്യാവിലും ആഖിറത്തിലും. അതുകൊണ്ട് എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ. മാത്രമല്ല സാലിഹ്യങ്ങളോട് കൂടെ ആവണം എന്നെ നീ ചേർക്കുന്നത് എന്നും പറയാം. ഒരു പ്രവാചകനാണ്. പ്രവാചകന്റെ അള്ളാഹുവിനോടുള്ള ഭയം എത്ര കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമ്മളൊക്കെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. എന്ത് നേട്ടം ദുന്യാവിലുണ്ടായാലും അതൊന്നും പ്രശ്നമല്ല. കാര്യമായിട്ടുള്ള വേണ്ടത് മുസ്ലിമായി മരിക്കുകയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മോമിനെ പറ്റി, ഒരു മോമിനായ ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ കാര്യം. അതാ ആഖിറം വിജയിക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. അതിനുശേഷം യൂസുഫ് നബി അലൈഹിസ്സലാമിന് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായി.
ഇതൊന്നും അല്ല അദ്ദേഹം കണക്കിലെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചിന്താഗതി മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം റബ്ബേ, എന്നിട്ടോ സാലിഹ്യങ്ങളിൽ പെടുത്തുകയും വേണം എന്നെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദുആ. അതാണ് ഇനി പറയുന്നത്. അപ്പോ ഇത് നമ്മളുടെ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇത് താരതമ്യം ചെയ്തു നോക്കണം. അതാണ് ഇതിലുള്ള ഗുണപാഠം, നമ്മളുടെ ജീവിതം എന്ത് എന്നുള്ളത്. അങ്ങനെ 101-ാമത്തെ ആയത്തിൽ അദ്ദേഹം ദുആ ചെയ്യുന്നത് കാണാം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറ السماوات والأرض أنت وليي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. റബ്ബി, എന്റെ പടച്ചവനെ, എന്റെ രക്ഷിതാവേ, ഖദ് ആതൈതനി, എനിക്ക് നീ തന്നു, നൽകി, മിനൽ മുൽക്കി, ഭരണാധികാരത്തിൽ നിന്ന് എനിക്ക് നീ നൽകി, ഭരണാധികാരത്തിൽ നിന്ന് എനിക്ക് നൽകിയെന്ന. അപ്പോ ഭരണാധികാരത്തിൽ നിന്ന് അദ്ദേഹം വഹിക്കുന്ന ആ സ്ഥാനമാണ് അദ്ദേഹത്തിന് നൽകിയത്. വഅല്ലംതനി, എനിക്ക് നീ പഠിപ്പിച്ചു തരികയും ചെയ്തു, മിൻ തഅ്വീലിൽ അഹാദീസി, സ്വപ്ന വാർത്തകളെ വ്യാഖ്യാനിക്കുന്നതിൽ നിന്നും എനിക്ക് നീ പഠിപ്പിച്ചു കുറച്ച് ഭാഗങ്ങള്. ഫാത്തിറ السماوات والأرض, ആകാശഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടാവേ, സൃഷ്ടാവായ അള്ളാഹുവേ. ഫാത്തിർ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവൻ. അസ്സമാവാതി വൽ-അർള്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അള്ളാഹുവേ. അന്ത, നീയാണ്, വലിയ, എന്റെ രക്ഷാധികാരി. ഫിദ്ദുന്യ വൽ-ആഖിറ, ദുന്യാവിലും ഇഹത്തിലും, വൽ-ആഖിറ, പരലോകത്തും എന്റെ രക്ഷിതാരി നീയാണ്. അതുകൊണ്ട് തവഫനി, എന്നെ നീ മരിപ്പിക്കണമേ, മുസ്ലിമൻ, മുസ്ലിമായി മരിപ്പിക്കണമേ. മരിക്കുന്ന സമയത്ത് ഈമാൻ എനിക്ക് തരയണമേ എന്നാണ് യൂസുഫ് നബി ദുആ ചെയ്യുന്നത്. മുസ്ലിമായിട്ട് മരിക്കണം. വൽഹിഖ്നി, എന്നെ നീ ചേർക്കുകയും ചെയ്യണമേ, ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോട് ചേർക്കുകയും ചെയ്യണമേ. ഇതാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ഇതിൽ നിന്ന് വളരെയധികം ഗുണപാഠം നമുക്കുണ്ട്. ഒരു പ്രവാചകനാണ്, ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് പ്രവാചകൻ. പ്രവാചകന്മാരെ അള്ളാഹു പാപമുക്തമാക്കിയിരിക്കുകയാണ്. ഇസ്മത്തുണ്ടവർക്ക്, മഅ്സൂമീങ്ങളാണ്, തെറ്റ് ചെയ്യില്ല. അങ്ങനത്തെ പ്രവാചകന്മാർ പോലും ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ദുആ ചെയ്യണം, എങ്ങനെ തൗബ ചെയ്യണം? അള്ളാഹു അവരുടെ ആ മദദ് കൊണ്ട് നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദാലിക, ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ 102-ാമത്തെ ആയത്താണ് കേട്ടോ. ദാലിക, ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ മിൻ അംബാഇൽ ഗൈബി. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഇതോടുകൂടി അവസാനിക്കുകയാണ്. എവിടെ? ഈ ദുആയോടുകൂടി, അൽഹിഖ്നി ബിസ്സാലിഹീൻ എന്നുള്ള ആ ആയത്തോടു കൂടി അവസാനിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ്, ഈ വിഷയം, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള്, മിൻ അംബാഇൽ ഗൈബി, ഇത് അദൃശ്യമായ വാർത്തകളിൽപ്പെട്ടതാണ്. നൂഹി, അതിനെ നിനക്ക് നാം ദിവ്യബോധനം നൽകിയിരിക്കുന്നു. ഇലൈക്ക, നിനക്ക്. വമാകുന്ത, നീ ആയിരുന്നില്ല, ലദൈഹിം, അവരുടെ അടുത്തുണ്ടായിരുന്നില്ല. ഇത് അജ്മാവു, അവര് തീരുമാനിച്ചപ്പോൾ, കൂടിയിരുന്ന് തീരുമാനിച്ചു. അംറഹും, അവരുടെ കാര്യം, പ്ലാൻ, അവര് ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് അവർ തീരുമാനിച്ചു. വഹും യംകുറൂൻ, അവര് തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവരായ നിലക്ക്. യൂസുഫ് അലൈഹിസ്സലാമിന് ഇവര് ഈ സഹോദരന്മാരെ കിണറ്റിലിടാവുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു രംഗമുണ്ടായിരുന്നല്ലോ. ആ കാര്യത്തെ പറ്റി അള്ളാഹു പറയുന്നത്, അവര് കൊന്നുകളയാ എന്ന് അഭിപ്രായപ്പെട്ടു. പിന്നെ അത് വേണ്ട,
കൊല്ലണ്ട, നമുക്കതിനെ ഏതെങ്കിലും കിണറ്റിലിട്ട് നമുക്ക് അത് അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്ന അവസാനം. അപ്പൊ കൊല്ലണ്ട എന്നുള്ള തീരുമാനത്തിൽ അവരെത്തിച്ചേർന്നു. ഇങ്ങനെയുള്ള ഈ തീരുമാനം ഇവര് തീരുമാനിക്കുന്ന സമയത്ത് ഇതൊരു തന്ത്രപരമായ കാര്യമാണല്ലോ. ഇവര് ചതിയാണിത്. സഹോദരനാണെന്ന് വെച്ച് അവര് കളിക്കാൻ കൊണ്ടുപോയി അല്ലെങ്കിൽ കാട്ടിലേക്ക് കൊണ്ടുപോയി കിണറ്റിലിടുക എന്ന് പറഞ്ഞത് വലിയ അക്രമമുള്ള കാര്യമല്ലേ. അപ്പൊ ഇങ്ങനെ ഇവര് ചെയ്യുന്ന സമയത്ത് നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ല എന്ന് റസൂലിനോട് അള്ളാഹു പറയാം. ഇത് 100%ഉം ഇതൊരു വളരെ അദൃശ്യമായ കാര്യമാണ്. ഈ അദൃശ്യമായ കാര്യത്തെ വഹിയിലൂടെ നിനക്ക് അറിയിച്ചത് കൊണ്ടാണ് നിനക്കിപ്പോ മനസ്സിലായത്. നബിയെ, നിങ്ങൾക്ക് മനസ്സിലായത് ഈ അദൃശ്യമായ കാര്യം നിങ്ങൾക്ക് വഹി മുഖേന അള്ളാഹു അറിയിച്ചത് കാരണമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ദാലിക്കമിൻ അംബാഇൽ ഗൈബി നൂഹീഹി, നമ്മൾ അതിന് ദിവ്യ സന്ദേശം നൽകി ഇലയിക്ക നിനക്ക്. ഈ ദിവ്യ സന്ദേശം നൽകിയത് കൊണ്ട് നിനക്ക് മനസ്സിലായതാണ് ഈ കാര്യങ്ങള്. അല്ലെങ്കിൽ മനസ്സിലാവില്ല. വമാകുന്തലതേ, നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹം അവരുടെ ഇത് അജ്മാവ് അവർ കൂടിയിരുന്ന് തീരുമാനിക്കുമ്പോൾ അംദഹും അവരുടെ അടുത്ത പ്ലാൻ എന്താണെന്നുള്ളത് തീരുമാനിക്കുമ്പോ നീ അവരുടെ ഉണ്ടായിരുന്നില്ല. വാഹും യംകുറൂൻ, അവരാണെങ്കിൽ തന്ത്രം പ്രയോഗിക്കുന്ന നിലയ്ക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് നീ അവരുടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതെങ്ങനെ കിട്ടി? അദൃശ്യമായ കാര്യം നിനക്ക് കിട്ടിയത് എങ്ങനെ? അത് അള്ളാഹു വഹി അറിയിച്ചിട്ടുണ്ട്. വഹി മുഖേനയാണ് കിട്ടിയത്. അള്ളാഹു ദിവ്യബോധനം, ദിവ്യ സന്ദേശം നൽകി പ്രവാചകന്മാർക്ക് നൽകുന്ന സന്ദേശം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വാർത്തകളെല്ലാം ലഭ്യമാവാൻ കാരണം എന്ന് പറയാണ്. ഒമാ അക്സറുന്നാസി, ജനങ്ങളിൽ അധിക പേരും വലവ് ഹറസ്ത, നീ ആഗ്രഹിച്ചാൽ തന്നെ ബിമുഅ്മിനീൻ, അവർ വിശ്വസിക്കുന്നവരല്ല. നിനക്ക് അത്യാഗ്രഹമുണ്ട് അവർ വിശ്വസിക്കണമെന്ന്. അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടും കാര്യമില്ല, അവർ വിശ്വസിക്കുന്ന ആളുകളല്ല. അധിക ആളുകളും വിശ്വസിക്കാത്തവരാണ് എന്നാണ് 103-ാമത്തെ ആയത്തിൽ പറയുന്നത്. 104 മുതൽക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.